അനാഥരായ മക്കൾ എന്നുള്ള നിർബന്ധം അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞെന്താന്നുള്ളത് ഞങ്ങളെ കൊണ്ട് ഇനി ജനങ്ങളെ കൊണ്ട് നിങ്ങളുടെ പണി എടുപ്പിച്ചിരുന്നത് സത്യമായിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അതൊരു കാര്യം അതല്ല ഇതോടെ ഈ ആന വന്നിട്ട് ഇന്ന് 8 ദിവസമാണ്. ഇതുവരെ ആനേനെ വെടിവെക്കാനോ ഓടിക്കാനോ സാധിച്ചിട്ടില്ല. ഓടിച്ച് കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞു പെരിക്കല്ലൂർ മൂലം മഴക്കട പോലെ എല്ലാം കറങ്ങി വന്നു. ആന ഇനിയും വരില്ല, നിങ്ങൾ ഇനിയും വന്ന ആളെ കൊല്ലില്ല എങ്കിലും ശ്രദ്ധിക്കും. കാരണവന്മാർ പറയുന്നുണ്ട് ഒരാളെ കൊന്നു ആന 8 ദിവസം വരെ അവിടെ പറയുന്നുണ്ട്. ഇത് ഉണ്ടാകരുതെന്നുള്ള ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇത് ജാതിഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചെയ്ത് തന്നിരിക്കണം ഞങ്ങൾക്ക്. അതിൻ്റെ ഒരു കാര്യം ചെയ്താണ് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് തരാം. മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറക്കി വിട്ട് ഒരു ഫോറസ്റ്റുകാരനോട് ഡീപ്പൊന്നും വന്നേച്ച് പോലാണ്ട് ദിവസന്മാരത് കണി കണ്ടിട്ടില്ല. വിഷമം ഉണ്ടാകും. ഇങ്ങനെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ്റെ ചങ്ക് പൊട്ടി നിങ്ങൾ കൊണ്ട് ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞു സമാധാനിപ്പിക്കാത്ത ഒരാൾ പറഞ്ഞു അതുപോലും ഉണ്ടായിട്ടില്ലെന്ന് ദുഃഖ സത്യമായിരിക്കും. എനിക്കൊരു കാര്യം നീനത് ഞാൻ പറയാം. പത്ത് ദിവസമായിട്ട് ആനനെ മയക്കൂടി വെക്കാനോ പിടിക്കാനോ പറ്റിയിട്ടില്ല. ഞാൻ പറയാൻ സമ്മതിക്കും. നമുക്ക് ഗവൺമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതാണ്. എന്നാൽ ചില സമയത്ത് നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ബാക്കി ഇതൊക്കെ ഇപ്പം നമ്മൾ കേട്ടില്ലേ, മൃഗങ്ങൾ പോറ്റാൻ പറ്റില്ല, അതുപോലുള്ള വാർത്തകളാണ് കേട്ടോ. എല്ലാവരും മനുഷ്യന്മാരാണ്. ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് പിടിക്കുന്നതിന് ഒരു പേര് നമ്മൾ ഇങ്ങനെയൊക്കെ എല്ലാ കൊടുക്കണം. നമുക്ക് എല്ലാ കൊടുത്തിലും കിട്ടോ കിട്ടോ മതിയോ? ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിച്ചു സാറേ. ഞാൻ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഉറക്കം പയ്യെ പറഞ്ഞാണ്. ആ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് പറഞ്ഞോണ്ടിരിക്കും.